ഹായ് ഗൈസ്, എൻ്റെ പേര് കാർത്തിക് എസ്. കെ എസ് മെയിൻസിൻ്റെ ഓറിയൻറ്റേഷനായി കെ എസ് ട്യൂട്ടർ നടത്തുന്ന പേപ്പർ 3 എക്കണോമി ആൻഡ് പ്ലാനിങ്ങിലെ മൊഡ്യൂൾ 4 ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. മൊഡ്യൂൾ 3 ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് വേണം മൊഡ്യൂൾ 4നെ നമ്മൾ കാണുവാൻ. ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഓരോ സെക്ടറിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ തന്നെ ക്ലാസ്സിലേക്ക് നീങ്ങാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയാണ്. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ? അതിൻ്റെ ഇന്ത്യൻ എക്കണോമിക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്കറിയാം 2025 ആകുമ്പോഴത്തേന് $5 ട്രില്യൺ എക്കണോമി ആകുവാനായിട്ട് ആണ് നമ്മുടെ എക്കണോമിക് വിഷൻ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ? ഫിസിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് നീഡഡ് ഫോർ ഓപ്പറേഷൻ ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ എൻ്റർപ്രൈസസ്, അതിനെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്വാഭാവികമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോഴത്തേനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് എക്കണോമിയിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? നമുക്കറിയാം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുമ്പോഴത്തേന് ഈസ് ഓഫ് ലിവിങ് ഉണ്ടാകും, ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് നമ്മുടെ എക്കണോമിയുടെ ഇമ്പ്രൂവ് ആവും, ലോങ് ടേം GDP ഗ്രോത്ത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, സ്വാഭാവികമായിട്ടും ലോജിസ്റ്റിക് കോസ്റ്റ് കുറയും, പിന്നെ ധാരാളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എക്കണോമിയിൽ എന്ന് പറയാവുന്നത് ഇത്രയും കാര്യങ്ങളാണ്. പക്ഷേ ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നേരിടുന്ന കുറച്ച് ഇഷ്യൂസും കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർന്ന് വായിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇൻഅഡിക്വേറ്റ് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ ലാക്ക് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് ഫണ്ടിങ് മെക്കാനിസംസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇനി ഓരോ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഇൻഫ്രാസ്ട്രക്ചറിനെ നമുക്ക് സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പല സെക്ടേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസ് അല്ലെങ്കിൽ സെക്ടേഴ്സ് എന്ന് പറയാവുന്നത് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ, എനർജി ആൻഡ് പവർ, സയൻസ് ആൻഡ് ടെക്നോളജി, റൂറൽ ആൻഡ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, പോർട്ട്, റോഡ്, എയർപോർട്ട്, റെയിൽവേസ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഡാംസ് ആൻഡ് ഇൻലൻഡ് വാട്ടർവേസ്. ഇത്രയുമൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സ് എന്ന് പറയാവുന്നത്. അപ്പം നമുക്ക് ഈ സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ലാസ്റ്റ് ഡെക്കേഡിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുള്ളത് പവർ സെക്ടറിലാണ്. അതിനുശേഷം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, പിന്നീട് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് റെയിൽവേ. ബാക്കിയുള്ള സെക്ടേഴ്സിലൊക്കെ മീഗർ എമൗണ്ട് ആയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുള്ളത്. ആദ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ആണ്. അപ്പം നമുക്കറിയാം, ലാക്ക് ഓഫ് ആക്സസ് ടു പൈപ്ഡ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസുകളിലൊന്നാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിഷൻ എന്ന് പറയുന്നത് പൈപ്ഡ് വാട്ടർ സപ്ലൈ ബൈ 2024 എല്ലാ റൂറൽ ഹൗസ് ഹോൾഡ്സിലും എത്തിക്കുക എന്നുള്ളതാണ്. ജൽജീവൻ മിഷനാണ് അതിനായിട്ട് ഫോമുലേറ്റ് ചെയ്തിരിക്കുന്ന മിഷൻ. സാനിറ്റേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ വില്ലേജസ് ആയിട്ടൊരു 90% വില്ലേജസ് ഗവൺമെൻറ് പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ട്. 99.4% ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്സിൽ ടോയ്ലറ്റ് വന്നു സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഭാഗമായിട്ട്. എന്നിരുന്നാലും നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് 100% ODF വില്ലേജസും 100% റൂറൽ ഹൗസ് ഹോൾഡ്സ് ടു ഹാവ് ഇൻഡിവിജ്വൽ ടോയ്ലറ്റ്സ് എന്നതും കൂടാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷനിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനായിട്ട് നെക്സ്റ്റ് 5 ഇയേഴ്സിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ഗ്രാഫിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ എത്രത്തോളം ഗവൺമെൻറ് ഈ സെക്ടറിന് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലിനി എത്രത്തോളം ഡെവലപ്മെൻറ്റ് വരാനുണ്ട് എന്നുള്ളത് നമുക്ക് സിംബോളിക്കായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറാണ് എനർജി ആൻഡ് പവർ എന്ന് പറയുന്നത്. നമുക്കറിയാം ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻസ്റ്റൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ 356 ഗിഗാവാട്ടാണ്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തെർമൽ എനർജിയാണ്, തെർമൽ ജനറേഷനാണ് 66%. നമുക്കറിയാം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന റിന്യൂവബിൾ എനർജിയിലേക്ക് ഏകദേശം ഒരു 9% മാത്രമാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ വിഷൻ എന്ന് പറയുന്നത് 24/7 ക്ലീൻ അഫോർഡബിൾ ഇലക്ട്രിസിറ്റി എല്ലാ ഹൗസ് ഹോൾഡ്സിലും എത്തിക്കുക എന്നുള്ളതാണ്. കപ്പാസിറ്റി എൻഹാൻസ് ചെയ്ത് 619 ഗിഗാവാട്ട് ആക്കുക. തെർമൽ എനർജി പ്രൊഡക്ഷൻ 50% ആക്കുക. റിന്യൂവബിൾ എനർജിയുടെ പ്രൊഡക്ഷൻ കൂട്ടുക, 19% ആക്കുക. ഇവിടെയും നമുക്ക് ആനുവൽ ഫേസിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്കുള്ളത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെത് അലോക്കേഷൻ കാണുവാൻ സാധിക്കും. ഗ്രാഫിക്കലായിട്ട് 11.8 lakh crore ഗവൺമെൻറ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അത് നിങ്ങളെല്ലാവരും പേപ്പർ 2 വിശദമായി പഠിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങുകയാണ്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ വില്ലേജസിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. പക്ക ഹൗസസ് അല്ലെങ്കിൽ സിവിൽ ബേസിക് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇന്നും എല്ലാവർക്കും അവൈലബിൾ അല്ല. പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിഷൻ എന്ന് പറയുന്നത് 100% റൂറൽ പോപ്പുലേഷനും പക്ക ഹൗസസ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ചെയ്ത ഹൗസസ് ആണ്, അത് നൽകുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്കുള്ള വിഷൻ. അതിലേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ 7.7 lakh crore ആണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറാണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കുവാനുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അർബൻ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇപ്പോൾ അർബനൈസേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴും പ്രൈവറ്റ് ഓൺഡ് വെഹിക്കിൾസ് ആണ് നമ്മുടെ സിറ്റീസിൽ കൂടുതലുള്ളത്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എഫിഷ്യൻറ്റും അല്ല, സഫിഷ്യൻറ്റും അല്ല. കൂടാതെ നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിൾസ് പൊല്യൂഷനൊക്കെ കൂടുതലായതുകൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസി വന്നിട്ടുണ്ട്. പക്ഷേ അതും ലാഗിങ് ആണ്. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആക്സസിബിലിറ്റി കൂട്ടുക, അഡ്വാൻസ്ഡ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക, ഹൈബ്രിഡ് ബസ്സസ്, പോർട്ട് ടാക്സീസ്, ഹൈപ്പർ ലൂപ്സ് ഒക്കെ സിറ്റീസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അർബൻ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത്. അവിടെയും നെക്സ്റ്റ് 5 ഇയേഴ്സിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 16.3 lakh crore ആണ്. ഇത്രയാണ് അർബൻ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇൻഫ്രാസ്ട്രക്ചറിൽ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് പോർട്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യക്ക് 7,500 kilometers ലോങ് കോസ്റ്റ് ലൈൻ ഉണ്ട്. 12 മേജർ ആൻഡ് ഓൾമോസ്റ്റ് 200 മൈനർ പോർട്സ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ലോജിസ്റ്റിക് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. നമ്മുടെ മാരിടൈം ട്രേഡ് എന്ന് പറയുന്നത് ബൈ വോളിയം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 95% ഈ പോർട്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെയേറെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എക്കണോമിക് ഡെവലപ്മെൻറ്റ് വളരെ നല്ല രീതിയിലുണ്ടാകും.
അപ്പോൾ അവിടെ ഗവൺമെൻറ് വിഷൻ എന്ന് പറയുന്നത് ഫ്രീറ്റ് പാസഞ്ചർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെ മാരിടൈം ട്രേഡ് ഇമ്പ്രൂവ് ചെയ്യുക. അതിനായിട്ട് 1 lakh crore ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കുവാനുള്ള സെക്ടർ എന്ന് പറയുന്നത് റോഡ്സ് ആണ്. റോഡ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ റോഡ് കൺസ്ട്രക്ഷനിൽ നാഷണൽ ഹൈവേ കൺസ്ട്രക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നാഷണൽ ഹൈവേയുടെ ലെങ്ത് എന്ന് പറയുന്നത് നിലവിൽ 1.32 lakh kilometers ആണ്, അലോങ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഇന്ത്യ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മെയിൻ്റനൻസ് കാര്യമായി നടക്കുന്നില്ല. കണക്ടിവിറ്റി, ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് പല റീസൺസ് കൊണ്ടും ഇപ്പോഴും പൂവറായിട്ട് തന്നെ നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ. അപ്പോൾ അതിൽ ഇനി എങ്ങനെ ഇതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ഇൻഫ്രാസ്ട്രക്ചർ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം? ഗവൺമെൻറ് ടാർഗറ്റ് എന്ന് പറയുന്നത് വിത്തിൻ 5 years നാഷണൽ ഹൈവേയുടെ ലെങ്ത്ത് 1.99 lakh kilometers കൂട്ടുക എന്നുള്ളതാണ്. കണക്ടിവിറ്റി കൂട്ടുക, അതിനായിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ പ്രൈവറ്റ് ഫേംസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തുക. നെക്സ്റ്റ് 5 yearsലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റോഡ് ഇൻഫ്രാസ്ട്രക്ചറിന് 19.6 lakh crores ആണ്. ബെറ്റർ കണക്ടിവിറ്റി വരുമ്പോഴത്തേന് എല്ലാ മേഖലകളും ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ടാവും, എല്ലാ മേഖലകളും ഡെവലപ്പ് ആവും, പ്രോഗ്രസ് നടക്കും, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആ റിപ്പിൾ എഫക്റ്റിലൂടെ നടക്കും. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ എന്ന് പറയുന്നത് സിവിൽ ഏവിയേഷനാണ്, അല്ലെങ്കിൽ എയർപോർട്ട്സ് എന്ന് പറയാം. അപ്പോൾ കണക്ടിവിറ്റിക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് ഈ ഒരു സമയത്ത് എയർ ട്രാഫിക്കിലൂടെ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ നിലവിൽ 3rd largest ഏവിയേഷൻ മാർക്കറ്റാണ്. എന്നിരുന്നാലും നമ്മുടെ കപ്പാസിറ്റി ഇൻസഫിഷ്യൻ്റ് ആണ്, ഫുള്ളി അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എമംഗ് ദ ടോപ്പ് 2 വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒപ്റ്റിമം കപ്പാസിറ്റി യൂട്ടിലൈസേഷനിലൂടെ അത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.4 lakh crore ആണ് ഗവൺമെൻറ് എയർപോർട്ട് ഡെവലപ്മെൻറ്റായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഉഡാൻ സ്കീമിലൂടെയൊക്കെ നമുക്കറിയാം റീജിയണൽ കണക്ടിവിറ്റി ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, ഫ്രൈറ്റ് ആൻഡ് ഹ്യൂമൻ ട്രാഫിക് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് പോസിബിളാവും. നമുക്കിനി പഠിക്കുവാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ എന്ന് പറയുന്നത് റെയിൽവേസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റവും റെയിൽവേ ആണ്. പക്ഷേ ഫ്രൈറ്റ് ട്രാഫിക്കിൽ വളരെ ലോ ഷെയർ മാത്രമേ റെയിൽവേയിലുള്ളൂ. അതേപോലെ തന്നെ റെയിൽവേ നെറ്റ്വർക്ക്സിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് 46% ആയിട്ടുള്ളൂ. ഇപ്പോൾ റെയിൽവേയിൽ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂജ് എക്കണോമിക് പ്രോസ്പെക്റ്റ് ആണ്. അപ്പോൾ ഫ്രൈറ്റ് ട്രാഫിക് ഒരു 40% പ്രൊമോട്ട് ചെയ്യുക, 100% ഇലക്ട്രിഫിക്കേഷൻ കൊണ്ടുവരിക ഇൻ നെക്സ്റ്റ് 5 years. അതിനായിട്ട് 13.7 lakh crore ആണ് ഗവൺമെൻറ് ഈ സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള സെക്ടർ എന്ന് പറയുന്നത് 21st centuryയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറാണ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാവുന്നത്. ഇപ്പോൾ ഇന്ത്യ നിലവിൽ 2nd highest മൊബൈൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്, അൺഈക്വലാണ്. അതുപോലെ തന്നെ നെറ്റ് സ്പീഡ് എന്ന് പറയുന്നത് പുവറാണ്. നിലവിൽ 4G കണക്ടിവിറ്റിയാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഗവൺമെൻറ് എയിം ചെയ്യുന്നത് 5G കണക്റ്റിലോട്ട് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ ഒരു 80% എങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഭാരത് നെറ്റ് പ്രോജക്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ 3.2 lakh crore ആണ് ഗവൺമെൻറ് ഈ സെക്ടറിലേക്ക് നെക്സ്റ്റ് 5 years ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ പ്രോഗ്രസ്സിലൂടെ എക്കണോമിക്ക് വളരെയേറെ ഇമ്പ്രൂവ് ചെയ്യാനാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ടേഴ്സിൽ ഒന്നാണ്
ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയാവുന്നത്. ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്കിനി പഠിക്കാനുള്ള 2 സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഡാംസും ഇൻലൻഡ് വാട്ടർവേസുമാണ്. ഇപ്പോൾ ഡാംസ് അല്ലെങ്കിൽ റിസർവിയർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യയിലുള്ള പല ഡാംസും ഒരുപാട് നാൾ പഴക്കം ചെന്ന് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അല്ലെങ്കിൽ സെക്യൂരിറ്റി ത്രെറ്റ് ഇന്നും നിലനിൽക്കുന്ന ഡാംസുകളാണ്. അങ്ങനെ 80% ലാർജ് ഡാംസും ഇന്ത്യയിൽ മോർ ദാൻ 25 ഇയേഴ്സ് ഓൾഡാണ്. ഇപ്പോൾ ഗവൺമെൻറ് അതിനായിട്ട് ഡ്രിപ്പ് എന്ന് പറയുന്ന ഡാം റീഹാബിലിറ്റേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ് കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തനിങ് ഓഫ് ഡാംസിന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. 250 ഡാംസോളം അങ്ങനെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്ത് പീപ്പിളിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാം, അതിൻ്റെ കൂടെ ഇൻഫ്രാസ്ട്രക്ചർ ക്വാളിറ്റിയും നിലനിർത്താം എന്നുള്ളതാണ് ഡാംസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇൻലൻഡ് വാട്ടർവേയെ പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ 111 നാഷണൽ വാട്ടർവേസ് ഉണ്ട് ഇന്ത്യയിൽ. പക്ഷേ ഇൻ്റർലിങ്കിങ് ഓഫ് റിവേഴ്സ് ഇന്നും ഒരു വിദൂര സ്വപ്നമായിട്ട് നിൽക്കുകയാണ്. ഇറിഗേഷനിലേക്കുള്ള അല്ലെങ്കിൽ ലോക്കൽ മൊബിലൈസേഷൻ ത്രൂ ഇൻലൻഡ് വാട്ടർവേ എന്ന് പറയുന്നത് ഇന്നും ഇന്ത്യയിൽ വളരെ ലോയാണ് കണക്ടിവിറ്റി. അപ്പോൾ ഇൻ്റർലിങ്കിങ്ങിലൂടെ, റിവർ ഇൻ്റർലിങ്കിങ്ങിലൂടെ ഇറിഗേഷൻ കവറേജ് പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ തന്നെ കണക്ടിവിറ്റിക്കായിട്ട് ഇൻലൻഡ് വാട്ടർവേ ഉപയോഗിക്കുക. അതിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഇൻലൻഡ് വാട്ടർവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഡിഫറെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ സെക്ടേഴ്സും അവ ഏതൊക്കെ രീതിയിൽ എക്കണോമി ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്? അതിന് ഒരു പ്രോജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇൻഫ്ലുവൻസ് ആണുള്ളത്, ഇന്ത്യയിൽ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് മാനേജിങ് ദ കോൺസിക്വൻസസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രോജക്ട്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ്. ഒരു പ്രോജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട്, ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാമൂഹിക അവലോകനം ആണ് നമുക്ക് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയാവുന്നത്. അപ്പോൾ ഇതിൽ സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണെന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ വേ ഓഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ ഹെൽത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് വരുമ്പോഴത്തേന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക എന്ന് ആ പ്രോജക്റ്റ് ഓണർ അവിടുത്തെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കണം. ആരൊക്കെയാണ് ഇമ്പാക്റ്റഡ് ആവുന്നത്, എങ്ങനെ ഇമ്പാക്റ്റ് മിറ്റിഗേഷൻ നടത്താം, ആ പ്രോജക്റ്റ് എങ്ങനെ മോണിറ്റർ ചെയ്യാം എന്നുള്ളത് ഒരു പ്രോജക്റ്റ് നടത്തുന്നതിന് മുമ്പ് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് 2013 അനുസരിച്ച് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് മേജർ പ്രോജക്ട്സിനൊക്കെ മാൻഡേറ്ററി ആണ്. പക്ഷേ ഇതിനൊരു ക്രിറ്റിസിസം നമുക്ക് പറയാവുന്നത് സ്വാഭാവികമായും ഒരു ടൈം ഡിലേ പ്രോജക്റ്റ് എക്സിക്യൂഷനിൽ ഉണ്ടാവാം. സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഒരു കോംപ്രിഹെൻസീവ് പ്രോസസ്സാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വരാം, കൾച്ചറൽ ഇമ്പാക്റ്റ് അനലൈസ് ചെയ്യാം, റിസ്ക് അസസ്മെൻ്റ് ഉണ്ടാവും, ഹസാർഡ് അസസ്മെൻ്റ് ഉണ്ടാവും, എക്കണോമിക് അസസ്മെൻ്റ് ഉണ്ടാവും, പ്രോജക്റ്റ് പ്രോഗ്രാം ആൻഡ് പോളിസി ഇവാലുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ചേർന്ന ഒരു കോംപ്രിഹെൻസീവ് പ്രോസസ്സാണ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കൽ ആൾക്കാരുടെ എത്നിക് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഒരു സോഷ്യൽ ഒബ്ലിഗേഷൻ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട് പ്രോജക്റ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലും ഏത് പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലും. അപ്പോൾ ഇതോടുകൂടി പേപ്പർ 3
മൊഡ്യൂൾ 4ൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഈ ടോപ്പിക്കുമായിട്ട് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻസൈറ്റ് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.